കഴിഞ്ഞ ദിവസം രേണുസുതി ഉണ്ടെങ്കിൽ ഒരു വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഹോസ്പിറ്റലിൽ തൻ്റെ സഹോദരി തനിക്ക് വേണ്ടിയിട്ട് മരുന്നൊക്കെ വാങ്ങാൻ വേണ്ടി ആശുപത്രിയിൽ നിൽക്കുന്ന രീതിയിലൊരു വീഡിയോ ആണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. ആ ഒരു വീഡിയോ ഇട്ടതിന് ശേഷം കുറേയധികം പേര് വന്നിട്ട് കമൻസിലൊക്കെ ചോദിക്കുന്നുണ്ട്, എന്താണ് അസുഖം, രേണുവിന് എന്ത് പറ്റി എന്നുള്ള രീതിയിൽ ആൾക്കാർ ചോദിച്ചു. പക്ഷേ നോർമലായിട്ട് നമ്മൾ വിചാരിക്കുന്ന പോലെ പനിയും കഴിയൊക്കെ ആയിരിക്കുന്നു, കാരണം ഇപ്പം മഴ സമയം ആയതുകൊണ്ട്. പക്ഷേ ഇതേ കണക്ക് എല്ലാം ശരിയാവട്ടെ എന്ന് പറഞ്ഞ ഒരാൾ കമൻറ്റ് ഇട്ടേക്കുന്നു. അതിൻ്റെ താഴെ വന്നിട്ട് ഇതേ കണക്ക് രേണു കമൻറ്റ് ഇട്ടേക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ കുട്ടിക്ക് വേണ്ടിയെങ്കിലും ഈ ഒരു അസുഖം മാറട്ടെ എന്നുള്ള രീതിയിലാണ് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ വേറെ കുറേയധികം പേര് ഈ ഒരു വീഡിയോ ഇട്ടതിന് പിന്നാലെ നെഗറ്റീവായിട്ടൊക്കെ രേണുവിന് പറയുന്നുണ്ടായിരുന്നു. അതിന് ഒരു കമൻറ്റ് പോലെ ഒരാൾ വന്നിട്ട്, രേണുവിന് ഈ സമയത്ത് പോലും ആൾക്കാരുണ്ടെങ്കിൽ ഇതുപോലെ നെഗറ്റീവ് പറയുന്നുണ്ടല്ലോ, അവർക്ക് ഈ ഒരു അസുഖം വന്നാൽ മാത്രമേ അറിയൂ എന്ന് പറഞ്ഞിട്ട് ഒരാൾ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന് മറുപടിയായിട്ട് രേണു പറഞ്ഞിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, അങ്ങനെ ആർക്കും വരല്ലേ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞിട്ടാണ് രേണു ഇട്ടിട്ടുണ്ടായിരുന്നത്. ഇത് കാണുന്ന സമയത്താണ് രേണുവിന് എന്തോ ഇതിൽ വലിയ അസുഖമാണ് എന്നുള്ള രീതിയിൽ, ഇടയ്ക്ക് വെച്ച് രേണുവിന് ക്യാൻസർ ആണ് എന്നുള്ള രീതിയിലൊക്കെ ഒരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ രേണു അത് സമ്മതിച്ചിട്ടില്ലായിരുന്നു. എന്തായാലും ഇത് കാണുമ്പോൾ ഇനി അങ്ങനാണോ എന്നുള്ളൊരു ഡൗട്ടുണ്ട്. പക്ഷേ രേണു ഇതുവരെ കൺഫേം ഒന്നും ചെയ്തിട്ടില്ല. എന്തായാലും രേണുവിന് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് മാറട്ടെ എന്നാണ് ഞാനും ആഗ്രഹിക്കുന്നത്.